അസ്സാം വലൈക്കും വെൽക്കം ടു ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉഴുന്ന് വെച്ചിട്ട് അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് നിങ്ങൾക്ക് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം എടുത്തിട്ട് പൊടിച്ചിട്ട് പൗഡറാക്കിയിട്ട് നമുക്ക് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ പാക്ക് എപ്പോഴാണോ ഇടുന്നത് അതിന് മുന്നേ ആയിട്ട് കുതിർത്തി വെച്ചിട്ട് നമുക്ക് അരച്ചിട്ടും അങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇടാമല്ലോ. അപ്പോൾ അതിന് പൗഡറാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ വെക്കുന്നത്. അത് കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷം നല്ല ഡ്രൈ ആയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കാൻ വെയിലത്ത് വെച്ച് ഉണക്കുക. എന്നിട്ട് നമ്മളിതുപോലെ മിക്സിയിൽ ചെറിയ ജാറിലിടുക. ജാറിലിട്ടതിന് ശേഷം നന്നായിട്ട് പൗഡറാക്കിയിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ ജാറ് നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പൊടിച്ച് വയ്ക്കാൻ. അല്ലെങ്കിൽ ആ വെള്ള നനവ് ഉണ്ടെങ്കിൽ നമ്മളെ പൗഡർ പെട്ടെന്ന് നാശമായി പോവും. അപ്പോൾ വെള്ള നനവില്ലാതെ ജാർ എടുക്കുക. എന്നിട്ട് ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഇപ്പോൾ ആവശ്യത്തിലുള്ള പൗഡർ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് കൈയിലും അതുപോലെ തന്നെ മുഖത്തും ഇടാനുള്ള പൗഡർ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. ബാക്കിയുള്ള പൗഡർ നമ്മൾക്ക് ഇതുപോലെ തന്നെ നനവില്ലാതെ നല്ലൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ പുറത്തോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ വെള്ള നനവ് ഉണ്ടെങ്കിൽ ആ പൗഡർ പെട്ടെന്ന് നാശമായി പോവും. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു കൂളിങ്ങോട് കൂടിയിട്ട് നമുക്ക് എപ്പോൾ പാക്ക് ഇടണോ അപ്പോൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അപ്പോൾ അതുപോലെ ഒരു ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എപ്പോൾ ആവശ്യമുള്ളപ്പോൾ അതുപോലെ പൗഡർ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആ സമയമാകുമ്പോൾ കുതിർക്കാനൊക്കെ നിൽക്കേണ്ടി വരും പാക്ക് ഇടുന്ന സമയത്ത്. ഇപ്പോൾ ഞാനത് പൗഡറാണെങ്കിൽ നമുക്ക് അത് അതുപോലെ എടുത്ത് യൂസ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഞാനത് പാലാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ചെറുതായിട്ട് മിക്സ് ചെയ്യാനുള്ള പാൽ, ഒരുപാട് ലൂസ് ആക്കരുത് ഈ പാക്ക് കേട്ടോ. ഇനി നിങ്ങൾ കുതിർത്തിട്ട് ആക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്ന് എല്ലാം കഴുകിയതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കുക. കുതിർന്നതിന് ശേഷം ആ പാൽ തന്നെ അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് പാക്കാക്കാം കേട്ടോ. പൗഡറാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. തലേ ദിവസമൊക്കെ നിങ്ങൾ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഉഴുന്ന് കഴുകിയതിന് ശേഷം പാലിൽ അങ്ങനെ ഫ്രിഡ്ജിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, പുറത്ത് വെക്കരുത്. എന്നിട്ട് പിറ്റേ ദിവസം അരച്ചിട്ട് ഇതാക്കാം. അല്ലെങ്കിൽ ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് കഴുകി ക്ലീനാക്കി പാലിൽ കുതിർത്തിയിട്ട് അങ്ങനെ അരച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ ഞാനിതാ ആ പാലും ഉഴുന്നും മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് റോസ് വാട്ടറാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. റോസ് വാട്ടർ മിക്സ് ചെയ്യുക. ഈ പാക്ക് ഞാൻ അധികം ലൂസാക്കുന്നില്ല, കാരണം നമ്മൾ പാക്ക് ഇടുമ്പോൾ അത് കട്ടായിട്ട് അവിടെ എടുക്കണം. അതുപോലെ ഒലിച്ചിറങ്ങരുത്. നമ്മൾ നല്ല തിക്കിലാണ്, നമ്മളെ ഫേസിലാണ് കയ്യിലാണെങ്കിലും നമുക്കത് തിക്കിൽ ഇങ്ങനെ കിടക്കണം കേട്ടോ. കട്ടിയിൽ കിടക്കണം. ഒലിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പാക്ക് അവിടെ കറക്റ്റായിട്ട് പിടിക്കില്ല. അപ്പോൾ നമ്മളിതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നല്ല റിസൾട്ടാണ്. ഒറ്റ യൂസിന് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് കയ്യിലാണ് പാക്ക് ഇടുന്നത് കേട്ടോ. ഫേസിലിട്ട് കൊടുക്കുന്നുണ്ട്, കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത്. നിങ്ങൾ ഫേസിലിടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കഴുത്തിലും കൂടി ഇടണം. നമ്മൾ ഏത് പാക്ക് ഇടുമ്പോഴും മുഖത്തിടുന്ന പോലെ തന്നെ അത് കഴുത്തിലിട്ട് കൊടുക്കണം. കാരണം നമ്മളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ വല്ല കളർ ചേഞ്ചൊക്കെ വരുമ്പോൾ നമ്മുടെ മുഖം ഒരു കളർ വരും. അതുപോലെ കഴുത്തിലിട്ടില്ലെങ്കിൽ കഴുത്ത് ആ ഒരു പഴയ കളർ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏത് പാക്ക് ഇടുകയാണെങ്കിലും നിങ്ങൾ കഴുത്തിലിടാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഏത് പാക്കും നിങ്ങൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്താലാണ് നമുക്ക് ഈ പാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 4 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് 4 പ്രാവശ്യം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കുറച്ച് ദിവസം ഇട്ടിട്ട് റിസൾട്ട് കിട്ടിയില്ല പറഞ്ഞിട്ട് നിങ്ങൾ ഇടാതിരിക്കരുത്. ഏത് പാക്കാണെങ്കിലും നമ്മൾ ഏത് പാക്ക് ഇടുകയാണെങ്കിലും അത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ കുറച്ച് ദിവസം ഇട്ടിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ പാക്ക് ഇടുന്നതിനൊപ്പം തന്നെ നന്നായിട്ട് നമ്മൾ വെള്ളം ഒരുപാട് നല്ല കുടിക്കണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ഒരുപാട് കഴിക്കുക. അപ്പോൾ തന്നെ നമ്മളെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് തിളങ്ങും, നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ കയ്യിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കയ്യിലെല്ലാവരും തേച്ച് പിടിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫേസിൽ നെക്കിലൊക്കെ തേക്കുക. അതുപോലെ കാലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് ശേഷം എൻ്റെ കൈ ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കഴുകി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒന്ന് ഡ്രൈ ആവുന്നതിന് മുന്നേ ചെറിയൊരു മസാജ് കൊടുത്ത് സ്ക്രബൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഡ്രൈ ആയതിനു ശേഷം കഴുകി കൊടുക്കുകയാണ് കേട്ടോ. കഴുകി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കഴുകിയത് പെട്ടെന്ന് നമ്മൾ കയ്യിൽ നിന്ന് പോവില്ല, കാരണം ഡ്രൈ ആയിരിക്കണതല്ലേ. അപ്പോൾ മെല്ലെ വെള്ളം നനച്ചതിന് ശേഷം മാത്രം അത് മെല്ലെ കുതിർന്ന് തന്നെ പോയിക്കോട്ടെ. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒരുപാടാണ്ട് ഉരയ്ക്കാൻ പാടില്ല, അത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യും. മെല്ലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കഴുകി കൊടുത്താൽ തന്നെ അത് കുതിർന്നിട്ട് അത് മെല്ലെ കയ്യിൽ നിന്ന് പോവും. ഒരുപാടിട്ട് പോകാൻ വേണ്ടി ഉരയ്ക്കാൻ പാടില്ല കേട്ടോ. ഇപ്പം എന്താ മെല്ലെ ഫേസിലാണെങ്കിൽ അതെ ഒരുപാട് നമ്മൾ മുഖം ഇങ്ങനെ ഉരക്കരുത്, പാക്ക് ഇട്ട് ഇങ്ങനെ ഒരുപാട് ഉരക്കരുത് കേട്ടോ. വെള്ളം നനയ്ക്കുക, പിന്നെ അതൊന്ന് കുതിർന്ന് വരും. പിന്നെ മെല്ലെ സോഫ്റ്റായിട്ട്
വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒറ്റ യൂസിന് നമുക്ക് നല്ല റിസൾട്ടും കിട്ടി. നമുക്ക് ഉഴുന്ന് എങ്ങനെ നമ്മളൊക്കെ അരച്ചുണ്ടാവുക, ഭയങ്കര സോഫ്റ്റ് അല്ലേ ഉഴുന്നുണ്ടാവുക, അതുപോലെ തന്നെ നിങ്ങൾ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ഉണ്ടാവും, ബേബി സ്കിന്ന് പോലെ ഉണ്ടാവും, നല്ല സോഫ്റ്റ് ആയിരിക്കും ഇടുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 4 പ്രാവശ്യം അതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഉഴുന്ന് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ നല്ല കഴുകിയതിന് ശേഷം നല്ല ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ടോ നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഇറക്കരുത്, സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ സ്കിന്ന് നമുക്ക് തുടച്ചെടുക്കുക. അപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉഴുന്ന് എപ്പോഴും വീട്ടിലല്ലേ, പുറത്തുനിന്ന് പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൗഡർ നമുക്ക് എപ്പോഴാണോ ആവശ്യം പാക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എടുത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.